മിഡിൽ ഈസ്റ്റ് ശാന്തമായി ഇപ്പോൾ. സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഇറാൻ ഖത്തറിലെ US സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. എന്നാൽ അപകടം മണത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിനായി ശ്രമം തുടങ്ങി. വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയ ശേഷവും ഇറാനും ഇസ്രായേലും ആക്രമണം നടത്തിയത് ആശങ്ക ഉയർത്തിയെങ്കിലും പിന്നാലെ യുദ്ധം അവസാനിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ അറിയിച്ചു. ഒപ്പം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രായേലും രംഗത്ത് വന്നു. ഇതോടെ 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് അല്പം അയവ് വന്നു. ഭീകരവാദികളായ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധം ഇറാൻ വിജയകരമായി അവസാനിപ്പിച്ചതായി പെസഷ്കിയൻ അവകാശപ്പെട്ടു. ഇറാന്റെ വിജയത്തെ പ്രസിഡന്റ് അഭിനന്ദിക്കുകയും ചെയ്തു. ശത്രുവിന് കടുത്ത ശിക്ഷ നൽകി. ഇറാനെ എതിർത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി. മറ്റ് രാജ്യങ്ങളെ വെച്ച് ഇറാനെതിരെ കളിക്കാനുള്ള ഇസ്രായേലിൻ്റെ തന്ത്രമാണ് 12 ദിവസത്തെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടതെന്നും പെസഷ്കിയൻ കുറ്റപ്പെടുത്തി. വെടിനിർത്തലിന് ശേഷം വൻ അവകാശവാദവുമായി ഇസ്രായേലും എത്തി. ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാൻ്റെ ആണവ പദ്ധതിയെ വർഷങ്ങളോളം പിന്നോട്ടടിച്ചെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി അവകാശപ്പെട്ടത്. ഇറാനെതിരായ സൈന്യത്തിൻ്റെ നടപടികൾ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് സൈനിക മേധാവിയുടെ അവകാശവാദം. അതിനിടെ US-നും ഇസ്രായേലിനും ശക്തമായ താക്കീതുമായി ഇറാൻ സൈന്യം രംഗത്ത് വന്നു. കഴിഞ്ഞ കാലത്തെ തകർച്ചകളിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് ഇറാൻ സൈന്യം ഇസ്രായേലിനോടും US-നോടും ആവശ്യപ്പെട്ടു. പാഠം പഠിക്കാൻ പരാജയപ്പെട്ടാൽ വിനാശകരമായ പ്രതികരണം ഉണ്ടാകുമെന്നും സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ ലംഘനം ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേലിനും ഇറാനുമെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇരു രാജ്യങ്ങളെയും ട്രംപ് പരസ്യമായി തെറി വിളിക്കുകയും ചെയ്തു. പിന്നാലെയാണ് പ്രതികരണവുമായി ഇറാൻ സൈനിക വക്താവും എത്തിയത്. വിമർശനങ്ങളെ ഇറാൻ തള്ളിക്കളഞ്ഞു. ഇനിയും ഇതുപോലെ തുടർന്നാൽ ഇരു രാജ്യങ്ങൾക്കും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. തുടക്കത്തിൽ ഇറാനെ വിമർശിച്ചിരുന്നുവെങ്കിലും ട്രംപ് ഇപ്പോൾ തൻ്റെ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട്. ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന മുൻ പദ്ധതിയിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോയിരിക്കുന്നു. ട്രംപിൻ്റെ ഈ നിലപാട് മാറ്റത്തിൻ്റെ കാരണം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം ഇറാനെ മാത്രമല്ല ഇസ്രായേലിനെ പരസ്യമായി ട്രംപ് തെറിവിളിച്ചിരുന്നു. തെമ്മാടിത്തരമാണ് ഇരു രാജ്യങ്ങളും ചെയ്യുന്നതെന്നാണ് ട്രംപ് വിമർശിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഏറെ പ്രകോപിതനായാണ് ട്രംപ് പ്രതികരിച്ചത്. ഇറാനെതിരായ ഇസ്രായേലിൻ്റെ നടപടികളെ ട്രംപ് അപൂർവമായി മാത്രമാണ് വിമർശിക്കാറുള്ളത്. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും അനിശ്ചിതത്വവുമാകാം ട്രംപിൻ്റെ നിലപാട് മാറ്റത്തിന് കാരണമെന്ന വിലയിരുത്തലുമുണ്ട്. US ഇറാനിലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതോടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം സങ്കീർണമായ തലത്തിലേക്ക് ഉയർന്നിരുന്നു. പിന്നാലെ അതിനു മറുപടിയായി ഖത്തറിലെ ഒരു US മിലിറ്ററി ബേസ് ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തി. ഇത് US-നെ അമ്പരപ്പിച്ചു എന്ന് വേണം കരുതാൻ. സംഘർഷം കൈവിട്ട കളിയായി മാറുന്നതായി US-ന് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും പിന്നാലെ വെടിനിർത്തൽ നീക്കവുമായി US മുന്നോട്ട് പോയി. ഏറെ അനിശ്ചിതത്വത്തിന് ശേഷം ഒടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ഇരു രാജ്യങ്ങളും എത്തി. മാത്രമല്ല അമ്പരപ്പിക്കുന്ന വേറെയും പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തി. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്നും അത് പ്രശ്നങ്ങൾ വഷളാകുകയേ ഉള്ളൂ എന്നുമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എല്ലാം എത്രയും പെട്ടെന്ന് ശാന്തമാകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ട്രംപ് വ്യക്തമാക്കി. ജൂൺ 13 മുതൽ ഇറാനിലുടനീളം സൈനിക ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കാൻ പോവുകയാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഈ അവകാശവാദം ഇറാൻ നിഷേധിച്ചിരുന്നു. ഞായറാഴ്ച 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി അമേരിക്കയും സംഘർഷത്തിൽ പങ്കുചേർന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് പിന്നാലെ ഖത്തറിലെ US വ്യോമത്താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ നാടകീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു.